ഈ മിഷേൽ ഷാജിയെ അറിയത്തില്ലേ? മിഷേൽ ഷാജി എന്ന വിദ്യാർത്ഥിനി ജനഹൃദയങ്ങളിൽ ഒരു വിങ്ങുന്ന ഓർമ്മയാണ് ഇപ്പോഴും. കഴിഞ്ഞ മാർച്ച് 5-ാം തീയതി വൈകുന്നേരം കലൂർ നൊവേന പള്ളിയിൽ നിന്നും പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയ മിഷേൽ ഷാജിയെ തൊട്ടടുത്ത ദിവസം കായലിൽ നിന്ന് മരിച്ച അവസ്ഥയിലാണ് കണ്ടെത്തിയത്. അന്നു മുതൽ ആ മാതാപിതാക്കൾ ഇതൊരു കൊലപാതകമാണെന്നും അതിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവരുടെ പേരുകളും പോലീസിന് കൈമാറിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. അതിലും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ പെൺകുട്ടി കായലിൽ ചാടി മരിച്ചുവെന്ന് സാക്ഷി പറയാൻ പോലീസിൻ്റെ സ്ഥിരം കുറ്റവാളി ലിസ്റ്റിൽപ്പെട്ട ഒരു വിരുദ്ധനെ പോലീസ് തന്നെ സംഘടിപ്പിച്ചുവെന്ന ഇവരുടെ പരാതിയും ബദിരകർണത്തിലാണ് പതിഞ്ഞത്. അതിനിടയിലാണ് അന്നത്തെ പിറവം മുനിസിപ്പൽ ചെയർമാനായ സാബു കെ ജേക്കബ് എന്ന ആളുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ സമരസമിതി ഉണ്ടാക്കിയത്. നമുക്കറിയാം, എല്ലായിടവും ഉണ്ടാകുന്ന ഇതുപോലെയൊക്കെ ഉണ്ടാകുന്ന സംഭവത്തിന് ഒരു ജനകീയ പൗരസമിതിയൊക്കെ ഉണ്ടാക്കും. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന പൗരസമിതിയൊക്കെ അതിൻ്റെ ഫലം കാണാറുണ്ട്. ഏത് അറ്റം വരെയും അന്വേഷണത്തിന് സഹായകരമായി ഇവർ കൂടെ ഉണ്ടാവും. ചിലയിടത്തൊക്കെ ആ അന്വേഷണം പോലും അട്ടിമറിച്ച് ആ കേസിന് നീതി കിട്ടാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ചില സമരസമിതി നേതാക്കന്മാരുമുണ്ട്. ഇവിടെയും ആ സമരസമിതി ഉണ്ടാക്കിയപ്പോൾ എല്ലാ പാർട്ടിയിലെയും ആളുകൾ അതിൽ ഉണ്ടായിരുന്നു. ജനകീയ സമരസമിതിയുടെ തീരുമാനങ്ങൾ അനുസരിച്ച് മിഷേൽ ഷാജിയുടെ പിതാവ് ഷാജിയും മാതാവും ഒരു ദിവസം എറണാകുളം പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം നടത്താൻ തീരുമാനിക്കുന്നു. അതനുസരിച്ച് പ്രസ് ക്ലബ്ബ് ബുക്ക് ചെയ്ത് വാർത്താ സമ്മേളനത്തിന് എത്താൻ നേരത്തെ പുറപ്പെടുകയും ചെയ്തു. ഇവർ പകുതി വഴി എത്തിയപ്പോൾ സമരസമിതിയുടെ നേതാവായ മുനിസിപ്പൽ ചെയർമാൻ സാബു കെ ജേക്കബ് ഇവരെ തിരിച്ചു വിളിക്കുകയും അന്വേഷണം ഊർജിതമാക്കാൻ വേണ്ട സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. പോലീസിൽ നിന്ന് വേണ്ട സഹായം അവർ വാഗ്ദാനം ചെയ്ത സ്ഥിതിക്ക് ഇനി അവർക്കെതിരെ ഒരു പത്രസമ്മേളനം നടത്തിയാൽ അത് നമുക്കെതിരാകും, അതുകൊണ്ട് തിരികെ പോരാൻ അവരോട് ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് പുരോഗതിയൊന്നും കാണാതെ പല വാതിലുകളും മുട്ടുമ്പോഴാണ് അറിയുന്നത് ഈ കേസ് ഒതുക്കുവാൻ വേണ്ടി പ്രതികളെന്ന് സംശയിക്കുന്ന ഒരാളുടെ പിതാവിനോടൊപ്പം പല സ്ഥലങ്ങളിലും മുൻപ് പറഞ്ഞ ഈ സമരസമിതി നേതാവ്, അതായത് മുനിസിപ്പൽ ചെയർമാനായിരുന്ന സാബു ജേക്കബ് എത്തിയിരുന്നു എന്ന യാഥാർത്ഥ്യം. അതറിഞ്ഞപ്പോൾ ആ മാതാപിതാക്കൾക്കുണ്ടായ സങ്കടവും വിഷമവും രോഷവും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മനസ്സ് എത്രത്തോളം അത് കണ്ടും കേട്ടും മരവിച്ചിരുന്നു പോവും. അവരിത് കേട്ട് ആദ്യം സ്തംഭിച്ചിരുന്നു പോയി ആ പാവം മാതാപിതാക്കൾ. പെൺമക്കൾ ഉള്ളവർക്കും സ്ത്രീകളെ ബഹുമാനിക്കുന്നവർക്കും മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഒരു മനസ്താപം ഉണ്ടാകൂ, അല്ലെങ്കിൽ ഒരു മനസ്സലിവുണ്ടാകൂ. അവർക്ക് ഇതൊക്കെ മനസ്സിലാകൂ. ഇപ്പോൾ തുടർഭരണം പ്രതീക്ഷിക്കുന്ന ഇടതുമുന്നണിയുടെ സഹയാത്രികരാകാൻ കോൺഗ്രസിൽ നിന്നും ഇദ്ദേഹം രാജിവെച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ കയറിയിരിക്കുകയാണ് ഈ മിത്രം. മിഷേൽ ഷാജിയുടെ പിതാവ് ഷാജിയെയും കുടുംബാംഗങ്ങളെയും കൂടുതൽ അസ്വസ്ഥരാക്കുന്നത് അതുതന്നെയാണ്. 5 സഹോദരിമാരോ 2 പെൺമക്കളും ഉള്ള ജോസ് കെ മാണി ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി ഇങ്ങനെ ഒരു സ്ത്രീ വിരുദ്ധനെ പിറവത്ത് സ്ഥാനാർത്ഥിയാക്കുവാൻ മുതിരുമോ എന്നതാണ് പിറവങ്കാർ കാത്തിരിക്കുന്നത്. പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളുടെ പിതാവിൻ്റെ പോക്കറ്റിൻ്റെ കനത്തിൽ മത്സരിച്ച് MLA ആയി കഴിഞ്ഞാൽ പിന്നീട് കേസ് ഒതുക്കുവാൻ വേറെ വഴികളൊന്നും ആവശ്യമില്ല. മിഷേൽ ഷാജിയുടെ പിതാവ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് VD സതീശന് ഒരു പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി ഒന്ന് കേൾക്കാം. അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് ഏതാണ്ടൊന്ന് പിടികിട്ടും. ഞങ്ങളുടെ മകൾ മിഷേൽ ഷാജിയുടെ കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ 2017 മാർച്ച് മുതൽ 3 തവണ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞങ്ങളുടെ MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് മുഖേന കാണുകയും നവകേരള സദസ് വഴി പരാതി അയക്കുകയും ചെയ്തിട്ട് ഞങ്ങളുടെ മകളുടെ കൊലപാതകത്തിന് ഉത്തരവാദികളായവരെ സംരക്ഷിക്കാൻ കൂട്ടുനിന്ന എറണാകുളത്തെ 3 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഓരോരുത്തരെ സസ്പെൻഡ് ചെയ്തു എന്നല്ലാതെ എന്റെ മകളെ കൊന്നവരെ പിടികൂടാൻ യാതൊരുവിധ പരിശ്രമവും നാളിതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ 2017 മാർച്ച് 7-ാം തീയതി മോളുടെ കബറടക്കത്തിന് ശേഷം മുതൽ മിഷേൽ ഷാജിയുടെ കൊലപാതകത്തിന് ഉത്തരവാദികൾ എന്ന നിലയിൽ പിറവം ജനങ്ങൾ മുഴുവനും നടൻ ലാലു അലക്സിന്റെ 2ാമത്തെ മകനെന്ന് പറയുകയും അതിൻ പ്രകാരം ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങളുടെ മകളുടെ കൊലപാതകത്തിന് നടൻ ലാലു അലക്സിന്റെ മകനെ രക്ഷിക്കാൻ ഉന്നത പവർ ഗ്രൂപ്പുകളെ ലാലു അലക്സ് സമീപിച്ചെന്നും
നടന്റെ മകന്റെ പങ്കുണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾക്കും ബോധ്യം തോന്നിയതിനാൽ ഞങ്ങൾ 2017 ലാലു അലക്സിന്റെ മകന്റെ പങ്ക് വ്യക്തമാക്കണമെന്ന് ക്രൈംബ്രാഞ്ചിൽ മൊഴി കൊടുക്കുകയും പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ലാലു അലക്സിനെയും മകനെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത വിവരം എന്റെ 2 സഹോദരന്മാർ തൃപ്പൂണിത്തുറ ക്രൈംബ്രാഞ്ചിൽ ചെന്നപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കാണിച്ചു കൊടുക്കുകയും നാളെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ആശ്വാസവാക്ക് പറഞ്ഞു വിടുകയും ചെയ്തിട്ട് യാതൊരു നടപടിയും എടുക്കാത്തത് കൊണ്ട് 2018-2019 കാലഘട്ടത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ഇമ്മാനുവലിന്റെ അടുക്കൽ നടൻ ലാലു അലക്സിന്റെ മകന്റെ പങ്ക് വ്യക്തമാക്കണമെന്ന് പരാതി എഴുതി കൊടുക്കുകയും ചെയ്തിട്ടും നാളിതുവരെയും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. എറണാകുളം സെൻട്രൽ സ്റ്റേഷൻ CI അനന്തലാൽ, അസിസ്റ്റന്റ് കമ്മീഷണർ ലാൽജി സർ, എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഫോറൻസിക് സർജൻ ഡോക്ടർ മീന KS എന്നിവർ ചേർന്നാണ് മിഷേലിന്റെ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റിയത്. പിറവത്തെ മുൻ നഗരസഭാ അധ്യക്ഷനും നടൻ ലാലു അലക്സിന്റെ ഉറ്റ സുഹൃത്തുമായ സാബു K ജേക്കബ് ഈ കേസ് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിച്ചതായി സംശയിക്കുന്നു. മുകളിൽ പറഞ്ഞിരിക്കുന്ന പോലീസ് ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെയും നടൻ ലാലു അലക്സിന്റെ മകന്റെയും പിറവത്തെ രാഷ്ട്രീയ നേതാവായ സാബു K ജേക്കബിന്റെയും 2017 മാർച്ച് 1 മുതൽ ഏപ്രിൽ 30 വരെയുള്ള ഫോൺ കോൾ ഡീറ്റെയിൽസ് എടുത്താൽ ഈ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റിയതിന്റെ ചുരുളഴിക്കാൻ സാധിക്കും. ഇതിനും സാധിച്ചില്ലെങ്കിൽ CI അനന്തലാൽ, അസിസ്റ്റന്റ് കമ്മീഷണർ ലാൽജി, ഡോക്ടർ മീനു KS എന്നിവരെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കിയാൽ ഈ കേസ് തെളിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കലൂർ പള്ളിയിൽ നിന്നും മിഷേൽ പുറത്തിറങ്ങുമ്പോൾ 2 യുവാക്കൾ മോളെ പിന്തുടരുന്നത് CCTVയിൽ വ്യക്തമായി കാണാം. അവരെ പിടികൂടാൻ പോലീസ് ഇതുവരെ ധൈര്യം കാട്ടിയിട്ടില്ല. പിന്നെ മോളുടെ മരണസമയം ഡോക്ടർ മീന KS ബോധപൂർവം എഴുതിയിട്ടില്ല. മോളുടെ മൊബൈൽ ഫോൺ, വാച്ച്, മോതിരം, ബാഗ്, ഷോൾ, ഷൂസ് ഇവയൊന്നും കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ഗോശ്രീ 2ാം പാലത്തിലും 1ാം പാലത്തിലും വളരെയധികം തിരക്കുണ്ടായിട്ടും പോലീസിന്റെ സ്ഥിരം കുറ്റവാളിയായ അമൽ എന്ന കള്ളസാക്ഷിയെ വെച്ച് ഗോശ്രീ പാലത്തിൽ നിന്നും ചാടിയെന്ന കള്ളക്കഥ ഉണ്ടാക്കേണ്ടി വന്നതും കൊലപാതകമെന്ന സത്യം തുറന്നു കാട്ടുകയാണ്. ഇപ്പോൾ പോലീസ് അന്വേഷണത്തിന് വീഴ്ച പറ്റിയെന്ന് ഹൈക്കോടതിന് തന്നെ ബോധ്യമായി. അതുകൊണ്ടിപ്പോൾ ഹൈക്കോടതി ഓർഡർ പ്രകാരമുള്ള തുടരന്വേഷണത്തിൽ ഇനിയെങ്കിലും വീഴ്ച പറ്റാതിരിക്കാൻ പ്രതിപക്ഷ നേതാവ് ഇടപെട്ട് സത്യസന്ധമായ ഒരു അന്വേഷണത്തിന് സാഹചര്യമൊരുക്കണം. ഞങ്ങളുടെ മകളെ കൊന്ന് കായലിൽ തള്ളിയ കൊലപാതകികൾക്ക് കൂട്ടുനിന്ന് ആത്മഹത്യയാക്കാൻ ശ്രമിച്ച മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടുവാനും കേരളത്തിലെ ഓരോ മാതാപിതാക്കളുടെയും മക്കളെ നഷ്ടപ്പെടുമ്പോൾ പോലീസ് സഹായം നഷ്ടപ്പെട്ട് അവരവർ തന്നെ ഇറങ്ങി നടന്ന് അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തേണ്ട ഗതികേട് ഒരു കുടുംബത്തിനും ഇനിമേൽ ഉണ്ടാകരുതെന്നും ഞങ്ങളുടെ മകളുടെ കൊലപാതകത്തിന്റെ ചുരുളഴിച്ച് പോലീസ് നടത്തിയ നീതികേട് ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടി ഞങ്ങൾക്ക് നീതി നടത്തി തരുവാൻ അവിടുന്ന് ദയവുണ്ടാകണമെന്ന് കേണപേക്ഷിക്കുന്നു. ഈ പറഞ്ഞത് മുഴുവൻ യാഥാർത്ഥ്യമാണെങ്കിൽ പിറവം തെരഞ്ഞെടുപ്പ് ജഗപുകയായിരിക്കും. പിറവംകാർക്ക് ഏത് കേസും ഒതുക്കാൻ കൊള്ളാവുന്ന നല്ലൊരു MLA കിട്ടും. അടിപിടി, അക്രമം മുതൽ കൊലപാതകം വരെ ധൈര്യമായി ചെയ്യാം. ഓടി MLAയുടെ വീട്ടിൽ ചെല്ലുക, കാര്യങ്ങൾ സെറ്റിൽമെൻ്റ് ആക്കുക. ഇതാണ് പണ്ട് ഒരു ഹാജിയാർ ബാങ്കിലെ ക്യാഷിലിരിക്കുന്ന പെൺകുട്ടിയോട് പറഞ്ഞത്. നമ്മുടെ കായ് നിങ്ങളുടേതിൽ ഇട്ടാൽ നമുക്കും ഇൻട്രസ്റ്റ്, നിങ്ങൾക്കും ഇൻട്രസ്റ്റ്. ഏതായാലും കേരള കോൺഗ്രസ് ആണ് ഇപ്പോൾ വെട്ടിലായത്. പൊന്നും കട്ടയാണെന്ന് കരുതി മടിയിലെടുത്ത് തിരിയിരിക്കുന്നത് തീക്കട്ടയാണെന്ന് കേരള കോൺഗ്രസിൻ്റെ നേതൃത്വം തിരിച്ചറിഞ്ഞാൽ അവർക്ക് കൊള്ളാം.